കഴിഞ്ഞ രാത്രിയിലുണ്ടായ ശക്തമായ മഴ കൊടകര പഞ്ചായത്തിലെ പാടങ്ങളിൽ കൊയ്ത്തിന് പാകമായ നെല്ല് വെള്ളത്തിൽ വീഴാനിടയായി. കൊടകര പഞ്ചായത്തിലെ മനക്കുളങ്ങര, അട്ടക്കുഴിപ്പാടം എന്നീ പാടശേഖരങ്ങളിലെ ഏക്കർ കണക്കിന് നിലത്തിലെ നെൽച്ചെടികളാണ് വെള്ളത്തിൽ വീണത്. മഴ തുടർന്നാൽ പാടശേഖരങ്ങളിൽ കൂടുതൽ വെള്ളക്കെട്ടുണ്ടാകുകയും വീണുകിടക്കുന്ന നെൽച്ചെടികളിലെ കതിർമണികൾ മുളച്ചു നശിക്കാൻ ഇടയാവുകയും ചെയ്യുമെന്ന് ആശങ്കയിലാണ് കർഷകർ. പാടത്ത് വെള്ളക്കെട്ട് രൂപപ്പെട്ടതോടെ കൊയ്ത്ത് യന്ത്രം ഇറക്കാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത്. ചെളിയിൽ ഇറങ്ങുന്ന തരത്തിലുള്ള യന്ത്രം എത്തിച്ച് കൊയ്ത്ത് നടത്തിയാൽ വൈക്കോൽ നഷ്ടപ്പെടുമെന്ന് കർഷകർ പറയുന്നു. മാത്രമല്ല, കൊയ്ത്തിന് ചെലവേറുകയും ചെയ്യും. അടുത്ത ഏതാനും ദിവസങ്ങളിൽ കൂടി വേനൽ മഴ തുടരുമെന്ന മുന്നറിയിപ്പ് കർഷക മനസ്സുകളിൽ ആശങ്കയുടെ കാർമേഘങ്ങൾ നിറയ്ക്കുകയാണ്. മഴ മൂലം വിളഞ്ഞ നെല്ല് വെള്ളത്തിൽ വീണ പാടശേഖരങ്ങൾ കൊടകര കൃഷി ഓഫീസർ നയനതാര സന്ദർശിച്ച് നാശനഷ്ടം വിലയിരുത്തി. മറ്റത്തൂർ പഞ്ചായത്തിലെ നൂലുവള്ളി പാടശേഖരത്തിൽ ശനിയാഴ്ച കൊയ്ത്ത് പൂർത്തിയായെങ്കിലും പാടത്ത് സൂക്ഷിച്ച വൈക്കോൽ നനഞ്ഞുപോയി. മഴ തുടർന്നാൽ വൈക്കോൽ നശിച്ചു പോകുമെന്നാണ് കർഷകരുടെ ആശങ്ക. 20 ഏക്കർ കൃഷി നശിച്ചിട്ടുണ്ട് ഇന്നലത്തെ മഴയിൽ. പിന്നെ വെള്ളം മുങ്ങി കംപ്ലീറ്റ് മുങ്ങിക്കിടക്കുന്നില്ല മൊത്തം. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ദൈവത്തിൻ്റെ ഒരു ലീലാവിലാസങ്ങൾ. ഈ പാടശേഖരത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ആളാണ് സന്തോഷ്. പിന്നെ സുബ്രേട്ട, പിന്നെ ഞാനാണ് ചെയ്യണത്. ഞങ്ങളുടെയൊക്കെ കൃഷി ഇന്നലത്തെ മഴയിൽ വീണ് പോവാണ് ഉണ്ടായത്. 1 ഏക്കർ കൃഷി ചെയ്ത് കൊയ്ത് കയറാനായിട്ട് എല്ലാവരും പറയും കൃഷി ഭയങ്കര ലാഭകരമാണെന്ന് പറയും. 1 ഏക്കർ കൃഷി ചെയ്ത് ഇപ്പോഴത്തെ കണ്ടീഷനിൽ കയറി പോരണമെങ്കിൽ 47,000 രൂപ 1 ഏക്കറയ്ക്ക് ചിലവ് വരുന്നുണ്ട്. നമുക്ക് നെല്ലിന് കിട്ടുന്നത് ഇപ്പോൾ ഗവൺമെൻറ് പൈസ കൂട്ടിയിട്ടുണ്ട്. 1 കിലോന് 30 രൂപയാക്കിയിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ നമുക്ക് സഹായം ഉണ്ട്. അന്നേരം ഇപ്പോൾ കണ്ടില്ലേ, മഴ പെയ്ത് ആകെ ഇന്നലത്തെ മഴയിൽ എല്ലാവരും നെല്ലും ആകെ വീണമ്പി പോവാണ്. ഇനി അത് കൊയ്താൽ അതിൻ്റെ ഒരു 1/4 ഭാഗമാണ് നമുക്ക് കിട്ടാൻ പോണത്. അതിൻ്റെ മേലെ ഒന്നും കിട്ടാൻ പോകണില്ല. വൈക്കോല് നശിക്കും, നെല്ലിൻ്റെ എന്തായാലും 3/4 ഭാഗം നശിച്ച് പോവാണ് ചെയ്യണത്. അതിനോട് വർദ്ധിച്ചു വന്ന കൂലിച്ചെലവ്. ഒരു പണിക്കാരനെ വിളിച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ 1000 രൂപയാണ് ഇപ്പോഴത്തെ ചിലവും കൂലിച്ചെലവ് തന്നെ വരുന്നത്. പിന്നെ നെല്ല് കയറ്റാനായിട്ട് 1 കിലോ നെല്ല് കയറ്റണമെങ്കിൽ യൂണിയൻകാർക്ക് ഇപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നത് 80 പൈസയാണ് കൂലിച്ചെലവ് അടിക്കുന്നത്. അതൊക്കെ ഭയങ്കരമായിട്ടുള്ള പൈസകളും ഇതൊക്കെയാണ്. കർഷകന് ഗവൺമെൻറ് സഹായം ഉള്ളത് കൊണ്ട് മാത്രമാണ് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്. ഇപ്പോൾ പഞ്ചായത്താണെങ്കിലും മറ്റേ ഗവൺമെൻറ്റിനായാലും നല്ല സഹായങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾക്കൊരു ഏക്കറയ്ക്ക് നമുക്കൊരു നെല്ലിപ്പോൾ കൊയ്ത് വരികയാണെങ്കിൽ തന്നെ നമുക്ക് കിട്ടാൻ പോണതൊരു 2 ടണ്ണ് നെല്ലാണ്. അത് 2000 കിലോ നെല്ലാണ് 1 ഏക്കറയ്ക്ക് വരാൻ പോണത്. അപ്പോൾ തന്നെ നോക്കുമ്പോൾ വലിയ ലാഭകരമല്ല ഇപ്പോഴത്തെ ഇതിലും.